1997 മെയ് 11-ാം തീയതി ന്യൂയോർക്കിൽ ഒരു ചെസ് മത്സരം നടക്കുകയാണ്. ഒരു വലിയ ഹാളിലാണ് മത്സരം നടക്കുന്നത്. ഈ മത്സരം കാണാൻ വേണ്ടിയിട്ട് 500 പേര് പിൻ ഡ്രോപ്പ് സൈലൻ്റായിട്ടിരിക്കുന്നു. ഇത് TV ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. മില്യൺ കണക്കിന് ആളുകൾ ഇത് കാണുന്നുണ്ട്. ആദ്യത്തെ പ്ലെയർ ലോക ചാമ്പ്യൻ ഗാരി കാസ്പറോവ്. അപ്പുറത്തിരിക്കുന്നത് IBMൻ്റെ ഡീപ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറാണ്. 19 മൂവ് കഴിഞ്ഞപ്പോഴേക്കും ഗാരി കാസ്പറോവ് തോൽവി സമ്മതിച്ചു. ഇത് ചെസ്സിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായിട്ടൊരു മൊമെൻ്റാണ്. ഒരു ചെസ് എഞ്ചിൻ ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തിയ ആദ്യത്തെ സംഭവമാണത്. അതിനുശേഷം സ്റ്റോക്ക് ഫിഷ്, ലീല, ആൽഫ സീറോ തുടങ്ങിയ ഒരുപാട് ചെസ് എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്തെടുത്തു. പലപ്പോഴും AI ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു AI ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു മാർഗമായിരുന്നു ചെസ്സ്, പോക്കർ, ഗോ തുടങ്ങിയ സ്ട്രാറ്റജി ഗെയിംസ്. ഒരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെസ്സ് പോലുള്ള ഗെയിംസിൽ ടെസ്റ്റ് ചെയ്താണ് നമ്മൾ ഇന്ന് കാണുന്ന ലെവലിലേക്ക് AI പല ടെക്നിക്കുകളും വികസിപ്പിച്ചെടുത്തത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. ഡെയിലി ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.